എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൻ്റെ വീഡിയോ പാസ്പോർട്ട് ഓഫീസ് റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വീഡിയോയുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. ഈ ഒരു ജോലിയുടെ പോസ്റ്റിംഗ് വരുന്നത്, വേക്കൻസി വരുന്നത് കോഴിക്കോട് ഇരഞ്ഞിപ്പാലത്തുള്ള പാസ്പോർട്ട് ഓഫീസിലാണ്. അതുപോലെ തന്നെ റെഗുലർ നിയമനമാണോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. റെഗുലർ നിയമനമല്ല വരുന്നത്, ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണെങ്കിലും പെർഫോമൻസ് ബേസ്ഡ് എക്സ്റ്റൻഷൻ ലഭിക്കാവുന്ന ജോലി അവസരമാണ്. പെർഫോമൻസ് ബേസ്ഡ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെ 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിക്കാവുന്ന ജോലി അവസരമാണ് നിലവിൽ വന്നിട്ടുള്ളത്. പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. പ്രായപരിധി വരുന്നത് 40 വയസ്സാണ് ഏജ് ലിമിറ്റ് ഈ ഒരു അവസരത്തിന് വരുന്നത്. എത്ര സമയം ഡ്യൂട്ടി വരുന്നത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് ഡ്യൂട്ടി വരുന്നത്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ 9 മണി മുതൽ 5:30 മണി വരെയായിരിക്കും ഡ്യൂട്ടി ടൈം വരുന്നത്. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ, തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ പബ്ലിക് ഇൻട്രസ്റ്റ് അനുസരിച്ച് എക്സ്ട്രാ അവേഴ്സും ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും എന്നും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ശമ്പളം എത്രയാണെന്ന് നോക്കാം. ശമ്പളം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വ്യത്യാസമുണ്ടാവും. നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കുക 50,000 രൂപയായിരിക്കും. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ 60,000 രൂപ ശമ്പളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ശമ്പളത്തിന് പുറമെ ലഭിക്കുന്ന മറ്റ് അലവൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. സോ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക് ടൂറുകൾ പോകേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അലവൻസുകൾ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു യാത്രകൾക്ക് എക്കണോമിക് ക്ലാസ് വിമാനയാത്ര അല്ലെങ്കിൽ AC 2 ടയറുള്ള യാത്രയായിരിക്കും ലഭിക്കുന്നത്. ഇങ്ങനെ യാത്ര പോകേണ്ട വേളകളിൽ ഹോട്ടൽ താമസത്തിന് 750 രൂപ വരെയും ടാക്സി ചാർജായി സിറ്റിക്കുള്ളിലെ ടാക്സി ചാർജായിട്ട് 225 രൂപ ദിവസമെന്ന നിരക്കിലും അതുപോലെ തന്നെ ഫുഡ് അലവൻസ് ആയിട്ട് 800 രൂപ വരെ ലഭിക്കും എന്നാണ് നോട്ടിഫിക്കേഷനിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. മുൻപ് പറഞ്ഞ സാലറിയുടെ പുറമെ അഡീഷണലായിട്ടായിരിക്കും ഇത്രയും സൗകര്യങ്ങൾ ഈ ഒരു ടൂറുകൾ പോകുന്ന സമയത്ത് ജോലി ലഭിക്കുന്ന ഉദ്യോഗസ്ഥന് ലഭിക്കുന്നത്. നിയമനം വരുന്നത് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ഇരഞ്ഞിപ്പാലം കോഴിക്കോട് തന്നെയായിരിക്കും. സോ ലീവുകൾ എത്ര ലഭിക്കുമെന്ന് നോക്കാം. 8 ദിവസം കാഷ്വൽ ലീവ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 2 ദിവസത്തെ റെസ്ട്രിക്റ്റഡ് ഹോളിഡേ, നിയന്ത്രിത അവധി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളൊരു വിമൺ ഉദ്യോഗാർത്ഥി ആണെങ്കിൽ മെറ്റേണിറ്റി ലീവിന് ഉള്ള അർഹതയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു പോസ്റ്റിലേക്ക്? യങ് പ്രൊഫഷണൽ പോസ്റ്റാണ് ലഭിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഇമെയിൽ അല്ലെങ്കിൽ പോസ്റ്റൽ മുഖാന്തരം നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് സാധിക്കും. പോസ്റ്റൽ വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ, കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആണ്. ഇത് ഫില്ല് ചെയ്ത് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ, റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ഇരഞ്ഞിപ്പാലം കോഴിക്കോട് എന്ന വിലാസത്തിലോട്ട് പോസ്റ്റലായിട്ട് അയക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വന്ന് 21 ദിവസത്തിനകം അപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നവംബർ 17-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നവംബർ 17 മുതൽ 21 ദിവസത്തിനകം, ഏകദേശം ഡിസംബർ 7 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ആപ്ലിക്കേഷൻ ചെയ്യുന്നവർക്ക് ഒരു വാലിഡ് ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ഈ ഒരു ഇമെയിൽ ID ആക്റ്റീവായിട്ട് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം വരെ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മളുടെ എല്ലാ അറിയിപ്പും ഈ ഒരു ഇമെയിൽ IDയിലോട്ടായിരിക്കും, ഇമെയിൽ ത്രൂ ആയിരിക്കും ലഭിക്കുന്നത് എന്ന് നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ മാതൃക നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ഒരു റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ പേര്, ഫാദേഴ്സ് നെയിം, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, എഡ്യൂക്കേഷൻ, അങ്ങനെ ഡീറ്റെയിൽസ്, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കുക. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്നില്ല, എങ്കിലും ഗവൺമെൻറ് സർവീസിലൊക്കെ വർക്ക് ചെയ്തവർക്ക് പ്രിഫറൻസ് ലഭിക്കും എന്ന് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എത്രയും പെട്ടെന്ന് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.